ശരിക്കും പറഞ്ഞ പ്രൊമോ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്തെങ്കിലും ഇന്ന് ലാലേട്ടൻ കുറച്ച് ഫയറായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദേഷ്യത്തോടെ വന്ന് അവരോട് ബിഹേവ് ചെയ്യും, എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നതെന്നൊക്കെ ചോദിക്കും, ആര്യന്റെ കേസൊക്കെ എടുത്ത് ചോദിക്കും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. കാരണം സോഷ്യൽ മീഡിയയിൽ ഞാനന്ന് പറഞ്ഞിരുന്നത് പോലെ തന്നെ റംസാന് കൊടുത്തതുപോലെ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് ആര്യന് കൊടുക്കും. കാരണം ആര്യന് കൊടുക്കണം എന്നുള്ള ഡിസ്കഷൻസ് ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ച ആ ഒരു സംഭവത്തിന് ശേഷം സോഷ്യൽ മീഡിയ മൊത്തം. പക്ഷേ ഇന്ന് അതൊന്നും അല്ല നടന്നത്. ഇന്ന് വേറെ എന്തോ മോനെ ഇങ്ങനെ ചെയ്യരുത് മോനെ എന്നുള്ള ദേഷ്യത്തിലാണെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മുടെ കാര്യങ്ങൾ നടന്നത്. എന്താണ് ഇന്നത്തെ സാറ്റർഡേ വീക്കെൻഡ് എപ്പിസോഡിൽ നടന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ലാലേട്ടൻ ചോദിച്ചു, നമുക്ക് റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് റിവ്യൂയിലോട്ട് പോവാം. ഒബ്വിയസ്ലി ഇന്ന് ലാലേട്ടന്റെ ലുക്ക് നല്ല ലുക്കായിരുന്നു. ആ ഒരു ഷർട്ടും ആ ഒരു സ്പെക്സ് ഒക്കെ വെച്ചിട്ടുള്ള ലുക്കൊക്കെ നന്നായിരുന്നു. അപ്പൊ ലാലേട്ടന്റെ എൻട്രി ആയിരുന്നു ഫസ്റ്റ്. ഇതിന് ശേഷം ഹൈജീനെ പറ്റിയിട്ടൊക്കെ ലാലേട്ടൻ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് കഴിഞ്ഞ ആഴ്ച നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ ഒരു ഏവിയാണ്. ഇതിനുശേഷം കഴിഞ്ഞ ദിവസം, അതായത് ഡ്രൈ ഡേ ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം, ഫ്രൈഡേ ഇല്ലേ, അപ്പൊ അന്നത്തെ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജയിലിൽ നിന്ന് ഇവരെ മോചിപ്പിക്കുന്നതാണ്. ജിസേലിനെയും ഒഡീലിനെയൊക്കെ ഇന്നലെ പാവങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നെവിനാണെങ്കിൽ ആര്യന്റെ ബാൻഡ് നെവിൻ അടിച്ചു മാറ്റി അത് ക്യാമറയിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മരം പോലെ ഇരിക്കുന്നില്ല, അതിന്റെ സൈഡിലായിട്ട് ഒളിപ്പിക്കുന്നുണ്ട് ലാലേട്ടൻ. എന്നിട്ട് ഇതിൽ പിന്നെ ഒരു കാര്യം, നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ആ ഒരു കത്തി ഉപയോഗിച്ച് ആര്യനാണെങ്കിൽ നമ്മുടെ താടി എന്ത് ചെയ്യാ ട്രിം ചെയ്യാനൊക്കെ ചെറുതായിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് ആര്യനെ കഴുകി വെച്ചു. ഇത് പിന്നെ അവർ മഴയത്ത് കുളിക്കുന്നൊക്കെയാണ് പിന്നെ കാണിച്ചത്. അതിനുശേഷം ലാലേട്ടൻ വീട്ടിലേക്ക് പോവാണ്. ഫസ്റ്റ് തന്നെ ആര്യന്റെ ക്യാപ്റ്റനെ പൊക്കുന്നു, ഹൈജീന്റെ കാര്യം സംസാരിക്കുന്നു, വീട് ഹൈജീൻ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാ ക്യാപ്റ്റന്മാരെയും, അതായത് ഓരോ സെക്ഷനിലുള്ള ക്യാപ്റ്റന്മാരുണ്ടല്ലോ, അവരെ എണീച്ച് നിർത്തിപ്പിക്കുന്നു, അവരോട് വിശകലനം ചെയ്യുന്നു. ഇതിൽ ബാത്റൂം ക്യാപ്റ്റനായ ഷാനവാസിനെ പറ്റി അതേ ടീമിലുണ്ടായിരുന്ന അനീഷ് ഷാനവാസിനെ അഗെയിൻസ്റ്റ് ആയിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ലാലേട്ടൻ എന്ത് ചെയ്യാണ്, ഇവരെല്ലാരും പുറത്താക്കിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. അതായത് നമ്മുടെ സൽമാന്റെ സ്റ്റൈൽ നമ്മൾ കണ്ടതാണെന്ന് തോന്നുന്നത്. ഹിന്ദി ബിഗ് ബോസ് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, അത് വൈറലായിരുന്നു, എല്ലാവരും കണ്ടു കാണും. അതായത് സൽമാൻ ആണെങ്കിൽ എല്ലാരെയും മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് അവിടെ വീടിനകത്തോട്ട് കുറച്ച് ബി ക്രൂ മെമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ചെന്ന് വീട് ക്ലീൻ ചെയ്യുന്നത്, ബാത്റൂം കഴുകുന്നതൊക്കെ നമ്മൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു രാഖി സാവന്തിന്റെ ഒരു എപ്പിസോഡിലായിരുന്നു തോന്നുന്നത് പ്രധാനമായിട്ടും വൈറലായത്. അപ്പൊ ആ ഒരു സന്ദർഭത്തെ തോന്നിപ്പിക്കുന്ന രീതിയിൽ, അത്രയൊന്നും എത്തിയിട്ടില്ല, എന്നാലും തോന്നിപ്പിക്കുന്ന രീതിയിൽ സ്പൈക്കുട്ടനുമായിട്ട് നമ്മുടെ സ്റ്റോർ റൂം വഴി ലാലേട്ടൻ അകത്തേക്ക് പോവാണ്. കിച്ചണൊക്കെ നോക്കുമ്പോൾ കിച്ചണിൽ ആരോ കഴിച്ചിട്ട് കഴുകാതെ വെച്ചിട്ടുള്ള പ്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷെ ആ സിങ്കിനകത്ത്, വാഷ് ചെയ്യുന്ന സിങ്കിനകത്ത് പോലും ഇട്ടിട്ടില്ല. അപ്പൊ അതും എടുത്ത് ലാലേട്ടൻ സിങ്കിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ അതിനുശേഷം ലാലേട്ടൻ പോയിട്ട് എന്ത് ചെയ്യാണ്, ഓരോ ബെഡിന്റെ ആ ഒരു പരിസരത്ത് പോയി നോക്കുകയാണ്. അപ്പൊ ബെഡൊക്കെ കുറച്ച് അലങ്കോലയുടെ കിടപ്പുണ്ട്, ബാത്റൂം ഒക്കെ നോക്കുന്നു. മിക്കത് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്, എന്നാലും ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. അങ്ങനെ നോക്കിയിട്ട് ലാലേട്ടൻ തിരിച്ചു പോവാണ്. എല്ലാവരും വീട്ടിനകത്തേക്ക് വരുന്നു. ബെഡ് ആരുടെയെന്ന് ചോദിക്കുന്നു. അപ്പൊ ആര്യന്റെ ബെഡാണ് മെയിൻലി ഇങ്ങനെ വൃത്തിയിടാക്കി ഇടുന്നത്. അപ്പൊ ആര്യൻ പിന്നെ ആ താടി എടുക്കുന്ന കാര്യം, അത് താടി ആ കിച്ചണിൽ യൂസ് ചെയ്യുന്ന നീഫ് ഉപയോഗിച്ച് താടി ഡ്രസ് ചെയ്യുന്ന കാര്യം, അതായത് താടി ട്രിം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ചോദിക്കുമ്പോൾ അനീഷ് ഷോ ഓഫിന് വേണ്ടി കൈ പൊക്കുന്നുണ്ട്. കൈ പൊക്കിയിട്ട് ശരിക്കും ആര്യന് കിട്ടേണ്ടത് അനീഷ് വാങ്ങിച്ച്, അതായത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞ കണക്ക് ആര്യന് കിട്ടേണ്ടത് അനീഷ് സ്വയമേ തലേട്ടാ എനിക്ക് തന്നെ അവന് കൊടുക്കണ്ട എന്നുള്ള രീതിക്ക് അനീഷ് കൈ നീട്ടി സ്വീകരിച്ചു. അനീഷ് കിട്ടണമായിരുന്നു, ഇനി മേലെ ഇടയ്ക്കേറി കൈ പൊക്കരുത്, അനീഷിന് വാണിയും കിട്ടി. പിന്നെ നടന്നത് ഇതിനെ പറ്റിയിട്ടൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നത്, പിന്നെ ആ ബാൻഡില്ലേ അടിച്ചു മാറ്റി ആ ബാൻഡ് ലാലേട്ടൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നെവിൻ വച്ച സ്ഥലത്ത് നിന്ന് ലാലേട്ടൻ എടുത്തു. അത് ഇനി ആര്യന് കൊടുക്കില്ല. അത് നെവിനും കിട്ടിയില്ല, ആർക്കും കിട്ടിയില്ല, ആര്യനും കിട്ടിയില്ല, രണ്ടുപേർക്കും കിട്ടിയില്ല, സമാസമം. അങ്ങനെ ആ ബാൻഡിന് തിരികെ നൽകില്ല എന്ന് ആര്യനോട് പറയുകയാണ്. അപ്പൊ ഇത് ആരാ എടുത്തതെന്ന് ചോദിച്ചപ്പം നെവിൻ കൈപ്പൊക്കി ഞാനാ എടുത്തതെന്ന് പറഞ്ഞു. പക്ഷെ ആര്യൻ നെവിൻ അഗെയിൻസ്റ്റ് ആയി, ഇവൻ എന്തിനാ ഇപ്പൊ എപ്പോഴും കക്കുന്നത്. അപ്പം അവിടുന്ന് നമ്മുടെ ശാരികയൊക്കെ പറയുന്നുണ്ട്, അതാ കട്ടെങ്കിൽ അവന്റെ കഴിവ്, ഇവന്റെ കഴിവ് കേട് എന്നൊക്കെ ശാരികയൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് ബ്രേക്ക് എടുത്ത് ലാലേട്ടൻ പോവാണ്. പിന്നീട് നടന്നത്
പിന്നീട് നടന്നത് അക്ബറിനെയാണ് പൊക്കുന്നത്. അക്ബറിനെ പൊക്കിയിട്ട് അക്ബർ ആദ്യമേ ഹൈജീനിന്റെ കാര്യം പറയുന്നത് അത് ലാലേട്ടൻ മാറ്റിയിട്ട് നേരെ അക്ബറിന്റെ ആങ്കർ അതായത് ദേഷ്യത്തെ പറ്റിയിട്ടും ദേഷ്യം വന്ന് ഉപയോഗിക്കുന്ന വാക്കുകളെ പറ്റിയിട്ടും എല്ലാം ലാലേട്ടൻ ഷൗട്ട് ചെയ്ത് തന്നെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അക്ബറിനെ കൺഫെഷൻ റൂമിലോട്ട് വിളിക്കുകയാണ്. കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് അക്ബറിന്റെ ഉമ്മ ലൈനിൽ ഫോൺ കോളിൽ വന്നു. ഉമ്മയോട് അക്ബർ സംസാരിക്കുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അക്ബറിന് കൊടുത്തത് ഇനി 7ന്റെ പണിയായിരുന്നു സീരിയസ്ലി. കാരണം അക്ബർ നമ്മളെ എക്സ്പെക്ട് ചെയ്ത് എന്താണ്, ലാലേട്ടൻ അക്ബറിനെ വിളിച്ച് സംസാരിക്കുന്നു, ബിഗ് ബോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അക്ബറിനെ സംബന്ധിച്ചിടത്തോളം അക്ബറിനെ കിട്ടിയ ഒരു പണിഷ്മെന്റ് തന്നെയാണ്. പെട്ടെന്ന് ഇമോഷണലി അക്ബറിനെ ഡണ്ണാക്കി, അതായത് വീക്കാക്കി കളഞ്ഞു. ഉമ്മ വിളിച്ചപ്പോ എന്തിനാ മോനെ ഇത്ര ദേഷ്യം, ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട, നീ വീട്ടിൽ നിൽക്കുന്ന കളിച്ച് ചിരിച്ച് നിൽക്കുന്നതൊക്കെ ഉമ്മ പറയുന്നുണ്ട്. പക്ഷെ അക്ബറിന് അതൊരു കിട്ടിയത് ഒരു അടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അക്ബറിന് അങ്ങനെയാണ് അക്ബറിനെ ഫീൽ ചെയ്തത്. അങ്ങനെ പുറത്ത് വന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഉമ്മ എന്തോ പറഞ്ഞൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അക്ബർ കാര്യം പറയുന്നുണ്ട്. പിന്നെ അഭിലാഷിനെ ഒനീലിനെ പൊക്കുന്നുണ്ട്. അഭിലാഷിനെ ഒനീലിനെ പൊക്കിയിട്ട് അവര് ചെയ്ത കാര്യങ്ങൾ. പക്ഷെ അവിടെ റെന ട്രിഗർ ചെയ്തതും ഒന്നും ചോദിച്ചില്ല. പക്ഷെ ചിരിച്ച കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. അത് മിക്കവാറും നാളെ ആയിരിക്കും ചോദിക്കുന്ന, കഥ പറയും ടാസ്കിൽ, അത് നാളെ ആയിരിക്കും ചോദിക്കും, ഇന്ന് ചോദിച്ചിട്ടില്ല. പിന്നെ ചിരിച്ചതൊക്കെ എന്തിനാ അല്ല ആ ഒരു വാക്ക് ഉപയോഗിച്ചത് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഓഡിയൻസിന്റെ കമന്റ്സ് ഒക്കെ, അതായത് പുറത്ത് ആൾക്കാർ ഇതിനൊക്കെ പറ്റി സംസാരിക്കുന്നതൊക്കെ ഒനിയിലായാലും ആര്യനായാലും ഇവരൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ശരി പറഞ്ഞ് നന്നായിരുന്നൊക്കെ ആൾക്കാർ കമന്റ് ചെയ്തതൊക്കെ വീഡിയോ ആക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് ഫുൾ വീഡിയോ AV ആയിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ റെനയുടെ അത് എഗെയിൻസ്റ്റ് ആയിട്ട്, കാരണം റെന ട്രിഗർ ചെയ്തതാണ്. പക്ഷെ അങ്ങനെ റെന തള്ളിന്ന് ഒനിയിൽ പറയുന്നുണ്ട്. പക്ഷെ റെന തള്ളി ഒനിയിൽ വീണു പോവോ, അത് അവിടെ ഏറ്റില്ല. പിന്നെ ഒനീലിന് അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നുണ്ട്, അഭിലാഷിനെ കിട്ടുന്നുണ്ട്. അഭിലാഷ് പക്ഷെ ഹൈപ്പർ ആവുമ്പോൾ ഇങ്ങനെ ഭാഷ മോശമായിട്ട് ഉപയോഗിച്ചത് ഞാൻ അപ്പോഴും മാത്രമേ കണ്ടുള്ളൂ. അതായത് ആ ഒരു ആരും ചിരിച്ച സിറ്റുവേഷനില്ലേ ശൈത്യയുടെ സ്റ്റോറി പറഞ്ഞു, അപ്പോഴാണ്. പിന്നീട് അല്ലാതെ ഞാൻ അഭിലാഷ് മോശം പറയുന്നത് ഞാൻ സീരിയസ്ലി ഞാൻ കേട്ടിട്ടില്ല. ഇതിന് ശേഷം അങ്ങനെ അതും പറഞ്ഞ് ഇത് നിർത്തിക്കോണം എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും നമ്മൾ ഇങ്ങനെയല്ല എക്സ്പെക്ട് ചെയ്തത് ആക്ച്വലി. കാരണം ശരി പറഞ്ഞാൽ ആര്യന് പണിഷ്മെന്റ് കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ഒരു ഇത്രയും മോശമായിട്ടൊന്നും സീസൺ 6 ഗബ്രിയും ജാസ്മിനും ജാൻമണിയും പിന്നെ ജിൻഡോ എന്ന് പറഞ്ഞിട്ടില്ല. സീരിയസ്ലി ഉള്ള കാര്യം പറഞ്ഞ അതിനവർക്ക് 18+ ടാഗ് കൊടുത്തത്, അതിനെക്കാട്ടി തെറി യൂസ് ചെയ്തിട്ട് അവർക്കും വാണിംഗ് മാത്രമേ ഉള്ളൂ. ശരി പറഞ്ഞ ആര്യന് ഒന്നുമില്ല. പിന്നെ അതിനേക്കാൾ അത് ആര്യം ഇത് ടാസ്ക് നടക്കുന്ന സംഭവത്തിലല്ല, ഇത് ടാസ്ക് അല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ആര്യം ശരി പറഞ്ഞത്. എന്നിട്ട് റംസാൻ ടാസ്ക് നടക്കുന്ന ഇടയിൽ ഹൈപ്പറായിട്ട് റംസാൻ ശരി പറഞ്ഞ റംസാൻ നമ്മൾ പണിഷ്മെന്റ് കൊടുത്ത സീസൺ 3 നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇതൊരു പണിഷ്മെന്റും ഇല്ല, ചുമ്മാ വാണിംഗ്. എന്നിട്ട് ലാസ്റ്റ് ആയിട്ട് ലാലേട്ടൻ വാണിംഗ് കൊടുത്തു, അതായത് ഇനി ഇതുപോലെ എന്തെങ്കിലും തെറ്റുകൾ ആവർത്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഡയറക്റ്റ് എവിക്റ്റ് ഞങ്ങൾക്ക് മടിയൊന്നുമില്ല എന്ന് പറഞ്ഞ് ലാലേട്ടൻ എല്ലാവർക്കും വാണിംഗ് കൊടുക്കുകയാണ്. നോക്കാം, ഇനി മിക്കവാറും ഇതിന്റെ പേരിൽ അടുത്ത സീസൺ മോണവില്ലാവോ എന്നൊന്നും അറിഞ്ഞൂടാ, ഏതായാലും നോക്കാം. എന്നിട്ട് ലാലേട്ടൻ പോവാണ്. ഇതിനിടയ്ക്ക് അക്ബറിനെ വിളിച്ചില്ലേ, അക്ബറിനെ ഉമ്മ വിളിച്ചതൊക്കെ അക്ബർ ഭയങ്കര ഡെസ്പായി പോയി. അങ്ങനെ അക്ബർ ആണെങ്കിൽ അക്ബറിനെ അനീഷ് പോയിട്ട് വിട്ടേക്കുന്നൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. അഭിലാഷ് പോയിട്ട് റെനേനെ ഹഗ് ചെയ്യുന്നുണ്ട്. നല്ല കാര്യങ്ങൾ തന്നെയാണ്. റെനേനെ ഹഗ് ചെയ്യുന്നുണ്ട്. അക്ബർ അങ്ങ് വല്ലാണ്ടായി പോയി. പിന്നീട് ഇത് സങ്കടമൊക്കെ മാറ്റി വെച്ചിട്ട് പണിപ്പുര ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട വിശകലനമാണ്. അതായത് ഫസ്റ്റ് നമ്മുടെ എക്സ്പ്രഷൻ ടാസ്കിനെ പറ്റിയിട്ടാണ്, ടേസ്റ്റിംഗ് ടാസ്കിനെ പറ്റിയിട്ടായിരുന്നു. അപ്പം അതിനെ പറ്റിയിട്ട് ലാലേട്ടൻ വിശകലനം ചെയ്യുന്നുണ്ട്, ഒരു അനാലിസിസ് നടത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആനിമൽ ടാസ്ക്, ശരിക്കും ആനിമൽ ടാസ്ക് ബുദ്ധിപൂർവ്വം കളിക്കേണ്ട ടാസ്ക് ആയിരുന്നു എന്ന് ലാലേട്ടൻ തന്നെ ഇവരോട് പറയുകയാണ്. നിങ്ങൾ ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ ലാലേട്ടൻ ചോദിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരെയും വെച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മെയിനായിട്ട് കേൾക്കാൻ ആഗ്രഹിച്ചത് നമ്മുടെ ത്യാഗം, അതുപോലെ തന്നെ ധൈര്യശാലി. ത്യാഗം പക്ഷെ അതിങ്ങനെ എന്തുകൊണ്ട് നിങ്ങൾ ഫാമിലി വീക്കിനെ പറ്റിയിട്ട് ബിഗ് ബോസിനോട് ചോദിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഫാമിലി വീക്കിനെ പറ്റി ഇവിടെ ബിഗ് ബോസിനോട് ചോദിച്ചു എന്ന് വിചാരിക്കുക, ബിഗ് ബോസ് പറയോ? എനിക്ക് തോന്നുന്നില്ല പറയൂന്ന്. പിന്നെ നമ്മുടെ ധൈര്യശാലിയിൽ അനീഷിന് കയ്യടിയും ആര്യനും ജിസൈനും അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ജിസൈലിന്റെ ടേബിളിൽ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് അത് തുറന്നു നോക്കാൻ പറഞ്ഞിട്ട് തുറന്നു നോക്കിയില്ലെന്ന് ജിസൈലിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞ് അവര് തുറന്നു നോക്കിയില്ലായിരുന്നു. അങ്ങനെ ആ ബോക്സ് കൊണ്ടുവരുത്തുകയാണ്. ബോക്സ് കൊണ്ടുവരുത്തിയിട്ട് എന്ത് ചെയ്തു,
ഈ ബോക്സ് തുറന്നിട്ട് അതിലൊരു ട്രിമ്മറും അതിലൊരു ലെറ്ററും ഉണ്ടായിരുന്നു. നിങ്ങളോട് ഞാൻ ഷേവ് ചെയ്യാൻ പറയുമ്പോൾ, നിങ്ങളോട് ഞാൻ ഷേവ് ചെയ്യാൻ തല മൊട്ടയടിക്കാൻ പറയുമ്പോൾ ഇത് കൺഗ്രാജുലേഷൻ നിങ്ങൾക്ക് 1000 പോയിന്റ്സ് കിട്ടിയിരിക്കുന്നു എന്നായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. ഇത് നെവിനൊക്കെ അവിടെ നിന്ന് പറഞ്ഞതാണ്. അതുമാത്രമല്ല ലാലേട്ടൻ മൊട്ടയടിക്കാൻ പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ബിഗ് ബോസ് എങ്ങനെ മൊട്ടയടിപ്പിക്കില്ല, കാരണം ഇത് ബിഗ് ബോസ് മലയാളമാണ്. അപ്പൊ ഇവിടെ ഇതൊന്നും നടക്കൂല. കാരണം ഇവിടെ നടന്ന ഹ്യൂമാനിറ്റി അത് ഇതെന്നും പറഞ്ഞിട്ട്, കാരണം മലയാളികൾ സെൻസിറ്റീവ് ആയിട്ട് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കും, അത് വേറെ കാര്യം. അങ്ങനെ അവരെല്ലാരും സത്യം പറഞ്ഞ ജിസയിലും ആര്യനെ കയ്യേന്നായി പോയി. പിന്നെ ആര്യന്റെ നിലപാടിനെ പറ്റിയിട്ട് ലാലേട്ടൻ്റെ ഒരു പ്രത്യേക എവി തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ അക്ബറിന്റെ അക്ബർ കാണിച്ചതും ലാലേട്ടൻ വീഡിയോ കാണിച്ചതും ഞാൻ പറയാൻ മറന്നുപോയി. ഇതിനെ പറ്റിയിട്ട് ഒരു എവി തന്നെ കാണിക്കുന്നുണ്ട്, ഫണ്ണി ആയിട്ട് തന്നെ. അങ്ങനെ ആര്യനെ അവിടെ പൊളിച്ചെടുക്കുകയാണ് ലാലേട്ടൻ ചെയ്തത്. അനീഷിന് കൺഗ്രാജുലേഷൻസ്, കാരണം ഇപ്പോൾ എന്ന് അതിനെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതനുസരിച്ച് കളിച്ചതിന് അനീഷിന് കൺഗ്രാജുലേഷൻസും ലാലേട്ടൻ പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മുടെ ഭൂമി കയ്യേറ്റ ടാസ്കിനെ പറ്റിയിട്ട് ഒരു ട്രോൾ വീഡിയോ പോലെ ലാലേട്ടൻ കാണിച്ചു. അതൊക്കെ നല്ല രസമായിരുന്നു. ഓരോരുത്തരും കാണിച്ചതൊക്കെ എല്ലാവരും കാണണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്താണ് അത് നിങ്ങൾ അത് ആ ടാസ്കായിട്ട് നിങ്ങൾ എടുത്ത് പിന്നീട് അതൊരു അടി ഉണ്ടാക്കിയില്ല, നല്ല കാര്യം എന്നൊക്കെ ലാലേട്ടൻ അവർക്ക് പറയുന്നുണ്ട്. എന്നിട്ട് ലാലേട്ടൻ പോവുകയാണ്. ഇതിനെ പറ്റി എവിക്ഷനുള്ളവരെ കാണാൻ വേണ്ടി എണീപ്പിച്ച് നിർത്തുന്നുണ്ട്. എണീപ്പിച്ച് നിർത്തിയിട്ട് അവരെ പറ്റിയിട്ടും അവരെ കണ്ടിട്ട് ലാലേട്ടൻ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് സരികയുടെയും ശാരികയുടെയും ഹോട്ട് സീറ്റിനെ പറ്റിയിട്ട് ലാലേട്ടൻ ചോദിച്ചപ്പം അങ്ങനെ പെട്ടെന്ന് സ്റ്റോർ റൂമിൽ ബെല്ലടിച്ചപ്പം എന്ത് ചെയ്തു, നമ്മുടെ കലാഭവൻ സരികേനെ നേരെ സ്റ്റോർ റൂമിലോട്ട് വിട്ടിട്ട് സരിക അവിടെ സ്റ്റക്കായി പോകണം. ഒരു ലെറ്റർ പാഡ് വന്നു, പക്ഷെ സരിക അവിടെ സ്റ്റോർ റൂമിൽ സ്റ്റക്കായി പോയി. ഇടയ്ക്ക് അവിടെ നമ്മുടെ സ്റ്റുഡിയോ ഫ്ലോറിൽ എന്തോ പെട്ടെന്ന് ലൈറ്റ്സ് ഒക്കെ ബ്ലിം ആവുന്നുണ്ട്. അപ്പം ഒരു ഇഷ്യൂ വന്നു. അതുകൊണ്ട് ഒരു ചെറിയ ബ്രേക്ക് എന്ന് പറഞ്ഞ് ബ്രേക്ക് എടുത്തിൽ ആരുടെ പോവുകയാണ്. പക്ഷെ സ്റ്റോർ റൂം ലോക്ക്ഡായി, സരികയ്ക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ സരിക എന്ത് ചെയ്തു, സരിക ലെറ്റർ പാഡ് വായിച്ചപ്പം സരികയ്ക്ക് മനസ്സിലായി സരിക എവിക്റ്റഡ് ആണെന്ന് സരികയ്ക്ക് മനസ്സിലായി. അങ്ങനെ സരിക അവിടെ തന്നെ, സരിക ഒരു എക്സ്പ്രഷനും ഇല്ല, സരിക അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ സരികേനെ ബിഗ് ബോസിന് ഒരു ക്രൂ മെമ്പർ വന്ന് സരികേനെ കണ്ണ് കെട്ടിച്ച് സ്റ്റോർ റൂം വഴി പുറത്തേക്ക് വിടുകയാണ്. എന്നിട്ട് നേരെ ഫ്ലോറിൽ വരെയാണ് സരികയുടെ ജേണി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, ജേണി വീഡിയോ കാണിക്കുന്നു. എന്നിട്ട് നേരെ വീട്ടിലോട്ട് കാണിക്കുമ്പോൾ ഇതിനിടയ്ക്ക് സരിക സ്റ്റോർ റൂമിൽ പെട്ടപ്പോൾ തന്നെ ജിസൈലിനൊക്കെ മനസ്സിലായി ഇറ്റ്സ് എവിക്ഷൻ, സരിക എവിക്റ്റഡ് ആയത് ജിസൈൽ പറയുന്നുണ്ട്. പക്ഷെ അവരാരും വിശ്വസിക്കുന്നില്ല സരിക എവിക്റ്റഡ് ആയെന്ന് ജിസൈൽ പറയുന്നുണ്ട്. കാരണം ജിസൈലിന് അറിയാലോ, ഓൾറെഡി ഒരു ബിഗ് ബോസ് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ് ജിസൈലിന് മനസ്സിലായി. അങ്ങനെ സരിക എവിക്റ്റഡ് ആണെന്ന് ജിസൈൽ പറയുന്നുണ്ട്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് എല്ലാവർക്കും ക്ലിയർ ആയത് സരിക എവിക്റ്റഡ് ആണെന്ന്. ആ ലാലേട്ടൻ ക്യൂ കാർഡും കാണിക്കുന്നുണ്ട്, സരിക എവിക്റ്റഡ് എന്നുള്ള ക്യൂ കാർഡും കാണിക്കുന്നുണ്ട്. അങ്ങനെ സരിക എവിക്റ്റഡ് ആയി പോവുകയാണ്. അപ്പം ഇന്ന് ഒരാൾ പുറത്തായിരിക്കുകയാണ്, നമ്മുടെ കലാഭവൻ സരിക പി ജി എവിക്റ്റഡ് ആയിരിക്കുകയാണ് ബിഗ് ബോസിൽ നിന്ന്. ഒരാൾ കൂടെ എവിക്റ്റഡ് ആയി, മൂന്നാമതൊരാൾ കൂടെ ഇന്ന് ബിഗ് ബോസിൽ നിന്നും എവിക്റ്റഡ് ആയിരിക്കുകയാണ്. അപ്പം ഇതാണ് ഇന്ന് മെയിൻലി നടന്നത്. പിന്നെ ബാക്കി കാര്യങ്ങളും ഇനിയും കുറച്ച് പേര് പുറത്ത് പോകുന്നൊക്കെയാണ് പറയുന്നത്. ആരൊക്കെ പുറത്ത് പോകുന്നത് നമുക്ക് കാണാം. സോ താങ്ക് യു ഓൾ. താങ്ക് യു പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി എന്ത് തോന്നുന്നു കമന്റ് ചെയ്യുകയും വേണം. അത് മാത്രമല്ല, നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ പ്രമോല് കണ്ട അത്ര ഒരു ബിൽഡപ്പ് ഇല്ലെങ്കിലും കൊള്ളാം. ലാലേട്ടൻ നിന്ന് അത്യാവശ്യം കൊള്ളായിരുന്നു. എന്തായാലും കഴിഞ്ഞൊരു ഡേയില് പോലെ അത്ര മോനെ ഇതിൽ വാദി പ്രതിയാവുന്ന രീതിയൊന്നും ഇവിടെ ഇല്ലായിരുന്നു. പക്ഷെ ആര്യന് കിട്ടേണ്ടത് അനീഷിന് കിട്ടി, അത്രയേ ഉള്ളൂ വ്യത്യാസം. സോ താങ്ക് യു ഓൾ. അപ്പം ഇന്ന് സാറ്റർഡേയിൽ നടന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഞാനൊന്ന് ഓടിച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞതാണ്, റിവ്യൂ ചെയ്തതാണ്. കാരണം ഇങ്ങനെ വലിച്ചു നീട്ടേണ്ട കാര്യമില്ലെന്ന് തോന്നിയത് കൊണ്ടാണ്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ടും താഴെ കമന്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.